السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابته أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 ക്ലാസ്സുകൾ ഇവിടെ എടുക്കുകയുണ്ടായി. ഇന്ന് ഈ 8-ാമത്തെ ക്ലാസ്സിലൂടെ പിശാചുക്കൾ സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളും സിഹറും അത് രണ്ടാണ് എന്നും സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് പിശാചുക്കൾ പറഞ്ഞു പ്രചരിപ്പിച്ച പോലെ സിഹറിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളല്ല, മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകൾ ഈ സിഹറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ കുഫർ ചെയ്യരുത് എന്ന് പറയാതെ ഒരാൾക്കും ആ മലക്കുകൾ പഠിപ്പിച്ചിരുന്നില്ല എന്ന് അതുകൊണ്ടാണ് ആ മലക്കുകൾ പ്രഖ്യാപിച്ചത്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല താനുമെങ്കിലും മനുഷ്യർക്ക് സിഹർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് അവിശ്വസിച്ചത്. ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്നും 2 മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ, ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ അവിശ്വസിച്ചു പോകരുത് എന്ന് പറയാതെ ഒരാൾക്കും അവർ 2 പഠിപ്പിച്ചിരുന്നതുമില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ യഹൂദികൾ ചെയ്തതെന്താ? അവർ പിശാചുക്കൾ പഠിപ്പിക്കുന്ന സിഹറിനെയും പിൻപറ്റി, അതുപോലെ മലക്കുകൾ പഠിപ്പിക്കുന്ന സിഹറിനെയും അവർ പിൻപറ്റി. എന്നിട്ടോ പ്രവാചകന്മാരിലൂടെ അവർക്ക് നൽകപ്പെട്ട ഇൽമിനെ അവർ ഉപേക്ഷിക്കുകയും എന്നിട്ട് പിശാചുക്കൾ നൽകിയ ഇൽമ് അവർ സ്വീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ സിഹർ ഒരു പ്രധാനപ്പെട്ട വ്യവഹാരമായി അവർ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർ ഈ യഹൂദികൾ അവർ സിഹറിനെ കാര്യമായും ഉപയോഗപ്പെടുത്തിയത് ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള ആ 2 മലക്കുകളിലൂടെ പഠിച്ച സിഹർ ഈ യഹൂദികൾ കൂടുതലായും ഉപയോഗപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. എന്നാൽ മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം അവർ ആ 2 നിന്നും പഠിച്ചിരുന്നു എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ മലക്കുകളിൽ നിന്നും അവർ പഠിച്ച അവരുടെ ഇൽമിന്റെ സ്വഭാവമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയത്. അവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്, അവർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാനാണ് അവർ സിഹറിനെ ഉപയോഗപ്പെടുത്തിയത്. ഇണകൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ മറ്റു സ്നേഹത്തോട് തുലനം ചെയ്യാൻ കഴിയാത്തത്ര അത്ര വലിയ സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഈ ഒരു സ്നേഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതരുന്ന ഒരു സ്നേഹമാണ്. സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവാണ് ഈ സ്നേഹവും കാരുണ്യവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാക്കി തന്നത് എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുതരുന്നത് അത് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ
പിശാച് അള്ളാഹു ഇട്ടു തന്ന ഈ സ്നേഹവും കാരുണ്യവും അത് തകർക്കാൻ വേണ്ടി പണിയെടുക്കുന്നവനാ. സിഹറിലൂടെ പിശാചുക്കളെ ഉപയോഗപ്പെടുത്തി മനുഷ്യന്മാർ ഈ പ്രവർത്തനം ചെയ്യുന്നത് അത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാഹുവിന്റെ അറിവോടുകൂടി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മാരണം ചെയ്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് യഹൂദികൾ അവർ സിഹറിന്റെ വിദ്യ പഠിച്ചത് എന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം, അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് ഇട്ടുതന്ന സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിൽക്കുന്നത്. ആ സ്നേഹം പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാകുന്ന രൂപത്തിൽ അത്രമാത്രം പരസ്പരം സ്നേഹമുണ്ടായിരുന്ന ആളുകൾ നിരന്തരമായി വെറുപ്പും വിദ്വേഷവും വരുത്തുന്ന രൂപത്തിൽ അവരുടെ ബന്ധങ്ങളായി തീരുകയാണ് എങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടുകയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവനായിരിക്കും പിശാചി എന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന ഇബ്ലീസ യവഉ അർശഹു അലൽ മാ, തീർച്ചയായും ഇബ്ലീസ് അവന്റെ സിംഹാസനം ജലത്തിലാണ് വെക്കുന്നത്. സുമ്മ യബ്അസു സറായാഹു, പിന്നീട് അവൻ തന്റെ സൈന്യങ്ങളെ അയക്കും. ഫഅദനാഹും മിൻഹു മൻസിലതൻ അഅളമുഹും ഫിത്ന, അവരിൽ നിന്ന് അവന്റെ അടുക്കൽ ഏറ്റവും അടുത്ത സ്ഥാനമുള്ളവൻ, അതായത് ഇബ്ലീസിന് തന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ അവരിലെ ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ടോ യജീഉ അഹദുഹും ഫയഖൂൽ, അവരെ ഒരാൾ വന്നിട്ട് പറയും, ആ പിശാചിൽ ഒരാൾ വന്നിട്ട് പറയും, ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്ലീസിനോട് പറയുമെന്ന. ഫയഖൂലു മാ സനഅത ശൈആ, അപ്പോൾ അവൻ ആ ഇബ്ലീസ് പറയും, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇബ്ലീസ് പറയും. കാരണം ഇബ്ലീസിന് അത്ര അത് ബോധ്യമായിട്ടില്ല ആ കുഴപ്പങ്ങൾ, അതിനേക്കാളും വലിയ കുഴപ്പങ്ങളാണ് ആ ഇബ്ലീസ് പ്രതീക്ഷിക്കുന്നത് എന്നർത്ഥം. ഖാല സുമ്മ യജീഉ അഹദുഹും ഫയഖൂൽ, പിന്നീട് മറ്റൊരാൾ വരും, മറ്റൊരു പിശാചി വന്നുകൊണ്ട് ഇബ്ലീസിനോട് പറയും, എന്താ പറയുന്നത്, മാ തറക്തുഹു ഹത്താ ഫറക്തു ബൈനഹു വബൈന ഇംറഅതിഹി, ഞാൻ ഒരാളെ വിട്ടില്ല, അവനെയും അവന്റെ ഭാര്യയെയും വേർപിരിക്കുന്നത് വരെ ഞാൻ അവരെ വിട്ടിട്ടില്ല എന്ന് ഒരു പിശാചി വന്നുകൊണ്ട് ഇബ്ലീസിനോട് പറയുമെന്ന. ഖാല ഫയുദ്നീഹി മിൻഹു വയഖൂലു നിഅമ അൻത, അപ്പോൾ ആ ഇബ്ലീസ് അവനെ അടുപ്പിച്ചുകൊണ്ട് പറയും, നീ എത്ര നല്ലവനാണ് എന്ന് ഇബ്ലീസ് പറയുമെന്ന. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, ഒരു പിശാച് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതിരൂക്ഷമായ ഭിന്നിപ്പുണ്ടാക്കുന്നത് വരെ അവർക്കിടയിൽ പ്രവർത്തിച്ചു എന്നാണ്. പരസ്പരം അറിയേണ്ട, പരസ്പരം ഉൾക്കൊള്ളേണ്ട, പരസ്പരം അംഗീകരിക്കേണ്ട ദാമ്പത്യ ജീവിതത്തെ തകർക്കുകയാണ് ഇവിടെ പിശാച് ചെയ്തിട്ടുള്ളത്. ഒന്നായി തീരേണ്ട രണ്ട് മനസ്സുകൾ, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും അവർക്കിടയിൽ ഉണ്ടാവുക, ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുക. പലപ്പോഴും വിവാഹമോചനത്തിലേക്ക് വരെ എത്തുന്നത് അത് പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് സത്യവിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. എന്നാൽ ഈ രൂപത്തിലുള്ള പിശാചിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ വിശ്വാസികൾ അവർ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രയാസം നീങ്ങുന്നതിനു വേണ്ടി ഒരു സാഹിറിനെ സമീപിക്കുകയല്ല, ഭാവി പ്രവചിക്കുന്ന ഇസ്മിന്റെ പണിക്കാരെ സമീപിക്കുകയല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. പലപ്പോഴും പല ആളുകളും സിഹിർ ഏറ്റവനിൽ നിന്ന് സിഹിർ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നുഷ്റ ചെയ്യാറുണ്ട്. അതായത് സിഹിർ ഏറ്റവനിൽ നിന്ന് സിഹിർ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ നുഷ്റ. ഇത് പിശാചിന്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുഷ്റയെ കുറിച്ച് ചോദിക്കപ്പെടുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിയ മിൻ അമലി ശൈത്വാൻ, അത് പിശാചിന്റെ പ്രവർത്തികളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഒരാൾക്ക് സിഹിർ ബാധിച്ചാൽ അയാൾ സിഹിറിനെ സിഹിർ കൊണ്ടല്ല ഒഴിപ്പിക്കേണ്ടത്, മറിച്ച് ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ചു തന്ന മുബാഹായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള മാർഗങ്ങളാണ് ഒരു സത്യവിശ്വാസി അവിടെ
ഇവിടെ സ്വീകരിക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ച റുഖിയകൾ അഥവാ മന്ത്രങ്ങൾ, അതുപോലെ മുഅവ്വിദാത്തുകൾ, അതായത് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഉപയോഗിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളും, അതുപോലെ ഇസ്ലാം പഠിപ്പിച്ച മറ്റു ദുആകളും ചികിത്സകളും ഒക്കെയാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട, നമ്മൾ അവലംബമാക്കേണ്ട മാർഗങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടുള്ള ആയത്തുകൾ വരുമ്പോൾ കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഏതായാലും നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന്മാർ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമൊക്കെ പിശാചുക്കളുടെ സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിഹ്റിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുമെന്നതാണ്. ഇത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമാണ് അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ പിശാചുകൾക്ക് സാധിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തത് മനസ്സിലാക്കാനുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.